നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വാരഫലത്തെയാണ് പ്രതിപാദിക്കുന്നത്. 2025 മാർച്ച് 9 മുതൽ 16 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നമുക്ക് പരിശോധിക്കാം. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ പറയാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാപാര കാര്യങ്ങളിലും വ്യവഹാര കാര്യങ്ങളിലും ഒക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വീട്ടിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യമാണ്. കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവങ്ങളെയൊക്കെ കരുതിയിരിക്കുക. അതേപോലെ തന്നെ ശത്രുക്കളെയും കരുതിയിരിക്കുക. മാന്യത നടിച്ചു വരുന്നവരിൽ നിന്നും ചതവും വഞ്ചനയും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. സഹോദരന്മാർക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. കൃത്യനിഷ്ഠയൊക്കെ പാലിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കൂടാതെ ഉദ്യോഗ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ 2025 മാർച്ച് 9 മുതൽ 16 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കടം വാങ്ങിയൊക്കെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതിന് സാഹചര്യം ഉണ്ടാകും. ഡയറി ഫാമുകൾ പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്ക് സാമ്പത്തിക നേട്ടം വർദ്ധിക്കുന്നതാണ്. ബന്ധുജനങ്ങളിൽ നിന്നുള്ള പ്രതികൂല അവസ്ഥകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. കടബാധ്യതകളിൽ നിന്ന് കരകയറാനുള്ള ബന്ധപ്പാടും ശ്രമവും ഒക്കെ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ പുലരുന്നതുമാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ 2025 മാർച്ച് 9 മുതൽ 16 വരെയുള്ള വാരഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് സർക്കാർ കരാറുകളൊക്കെ ഏറ്റെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബിസിനസ് ഒക്കെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബാങ്ക് തുടങ്ങി ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വ്യാപാര കാര്യങ്ങളിലൊക്കെ വികസനം ഉണ്ടാകുന്നതാണ്. ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് സഹായങ്ങളും ഉണ്ടാകുന്നതാണ്. ഭൂമി വാങ്ങാനൊക്കെ സാധിക്കുന്നതാണ്. യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നതാണ്. ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ 2025 മാർച്ച് 9 മുതൽ 16 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് സന്താനങ്ങളുടെ കാര്യത്തിൽ ഉയർച്ചയുണ്ടാകുന്നതാണ്. അവരുടെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകുന്നതാണ്. അതേപോലെ തന്നെ സന്താനങ്ങളുടെ തൊഴിലിലും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ദൈവികമായിട്ടുള്ള ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ 2025 മാർച്ച് 9 മുതൽ 16 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വിലപ്പെട്ട രേഖകളൊക്കെ വന്നു ചേരുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ ആരോഗ്യനില തൃപ്തികരമല്ല. കർമ്മസ്ഥാനത്ത് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. അതിഥി സൽക്കാരത്തിന് വേണ്ടി പണവും സമയവും ഒക്കെ ചെലവഴിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ധനാഗമ മാർഗങ്ങളൊക്കെ തടസ്സപ്പെടുന്നതാണ്. മനോഗതിക്കനുസരിച്ച് കാര്യവിജയം ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ 2025 മാർച്ച് 9 മുതൽ 16 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. വളർത്തു മൃഗങ്ങളെ കൊണ്ട് പ്രയാസം നേരിടേണ്ടി വന്നേക്കാം. അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള വരുമാനത്തിൽ നേട്ടമുണ്ടാകാനുള്ള സാധ്യത കുറയുന്നതാണ്. പല കാര്യങ്ങളും വേണ്ടത്ര പുരോഗതി ഉണ്ടാകുന്നതിന് തടസ്സമുണ്ടായേക്കാം. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ 2025 മാർച്ച് 9 മുതൽ 16 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ രംഗത്തും അഭിമാനത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല കാര്യങ്ങളും തിരിച്ചു ലഭിക്കുന്നതാണ്. പുതിയ കരാറുകളൊക്കെ ഒപ്പുവെക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പിതാവിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമാകുന്നതാണ്. ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. കൂടാതെ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ 2025 മാർച്ച് 9 മുതൽ 16 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പ് മുഖേന നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകുന്നതാണ്. ഭൂസ്വത്തുക്കളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട്. പണം കയ്യിലുണ്ടായാലും പ്രയോജനപ്പെടാത്ത അവസ്ഥ ഉണ്ടായേക്കാം. ഭൂമി, വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അധീനതയിൽ വരാം. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ 2025 മാർച്ച് 9 മുതൽ 16 വരെയുള്ള വാരഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാണം, ഉത്രാടംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഒന്നിലധികം കാര്യങ്ങളിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ ശ്രേയസ്സും സന്തോഷവും ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ധനുക്കൂറുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്നും ഉന്നതരായിട്ടുള്ള വ്യക്തികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പുരോഗതി ഉണ്ടാകുന്നതാണ്. വീടൊക്കെ മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. ഇനി നമുക്ക്
നമുക്ക് മകരക്കൂറുകാരുടെ 2025 മാർച്ച് 9 മുതൽ 16 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച്. കോടതിയിലൊക്കെ തീർപ്പാകെ നടന്നിരുന്ന കേസുകൾക്കൊക്കെ തീർപ്പ് ലഭിക്കുന്നതാണ്. കൂടാതെ വിലപ്പെട്ട സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കളെ കൊണ്ട് ചില കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. ചില അസുഖകരമായിട്ടുള്ള വാർത്തകൾ ശ്രമിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കൂടാതെ ശരീരത്തിന് ഉളുക്ക്, ചതവ് എന്നിവയ്ക്കും സാഹചര്യമുണ്ട്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സമാഗമം ഉണ്ടാകുന്നതാണ്. കൂടാതെ ഭൂസ്വത്തുക്കളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ 2025 മാർച്ച് 9 മുതൽ 16 വരെയുള്ള വാരഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പുരട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ തൊഴിലൊക്കെ പ്രവേശിക്കാൻ അവസരങ്ങൾ വരും. ഊഹക്കച്ചവടത്തിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് അനുകൂല സമയമാണ്. തൊഴിൽ കാര്യത്തിൽ പ്രമോഷൻ ലഭിക്കുന്നതാണ്. സഹോദരങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നതാണ്. കൂടാതെ മക്കളുടെ വിവാഹകാര്യവും തൊഴിലും ഒക്കെ തീരുമാനമുണ്ടാകുന്നതാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ 2025 മാർച്ച് 9 മുതൽ 16 വരെയുള്ള വാരഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പുരട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. എല്ലാ പ്രശ്നങ്ങളും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി സമീപിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടത്തിനായി അധ്വാനിച്ച് പ്രവർത്തിക്കുന്നതാണ്. പിതൃ സ്വത്തൊക്കെ അനുഭവവേദ്യമാകുന്നതാണ്. 12 രാശിക്കൂറുകാരുടെയും 2025 മാർച്ച് 9 മുതൽ 16 വരെയുള്ള വാരഫലത്തെയാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.